ഇതിന് യാതൊരു കുഴപ്പമില്ല. ഹലോ ഫ്രണ്ട്സ്, പേഴ്സൺ ന്യൂട്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ വീട്ടിലെ ബാത്റൂമിന്റെ ഡോറ് കയറ് വെച്ചാൽ കിട്ടിയിരിക്കുന്നത്. എന്നാൽ എൻ്റെ വീട്ടിലെ ബാത്റൂമിന്റെ ഡോറിനൊന്നും യാതൊരു കുഴപ്പമില്ല. എന്നാൽ കയറ് വെച്ച് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം എൻ്റെ വീട്ടിലെ ബാത്റൂമിലുണ്ട്. അത് കാണണമെങ്കിൽ ഈ വീഡിയോ കാണൂ. ചെറിയ ബാത്റൂമിൽ ഒരു വാൾ ക്ലോസറ്റ് വെക്കാന്ന് വിചാരിച്ചു. വാൾ ക്ലോസറ്റ് വെക്കുന്ന സമയത്ത് റേറ്റിന്റെ കാര്യം വരുന്നപ്പോ പ്രശ്നമായി. അപ്പൊ റേറ്റ് ഏകദേശം വരുന്നത് വാൾ ക്ലോസറ്റ് 7,000 രൂപയും അതിന്റെ ഫ്ലഷ് ടാങ്കിന് 7,000 രൂപ, അങ്ങനെ 14,000 രൂപയുടെ അടുത്ത് വരും. പിന്നെ അതിന്റെ ഫിറ്റിംഗ് ചാർജ് അടക്കം 20,000 രൂപയുടെ അടുത്ത് വരും. അപ്പൊ ആ ഒരു പൈസ ഈ ബാത്റൂമിലൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ യൂറോപ്യൻ ക്ലോസറ്റ് ഇതിന് 1,500 രൂപ വില വരുന്നത്. ആ യൂറോപ്യൻ ക്ലോസറ്റിനെ അകത്ത് വെച്ചിട്ട് പരമാവധി ചുമരിന്റെ അടുത്തേക്ക് വെച്ചിട്ട് അതിന്റെ ഫ്ലഷ് ടാങ്ക് പുറത്ത് വെക്കാന്നൊരു ഐഡിയ വന്നു. അങ്ങനെ കയറ് മുഖേന ഫ്ലഷ് വർക്ക് ചെയ്തിട്ടാക്കിയത്. പക്ഷെ ഇതിന്റെ കയറ് ഒരു ലോ കോസ്റ്റ് കയറാണ് ഞാൻ ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ കോസ്റ്റ് കയറ് ഭയങ്കര ക്വാളിറ്റി പറഞ്ഞ കയറായതുകൊണ്ട് ഇത് കയറ് പൊട്ടിപ്പോയ അവസ്ഥയായിരുന്നു. ഇപ്പൊ ഫ്ലഷ് ടാങ്ക് ഫ്ലഷ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കുറെ നായി ഞാൻ തേടി നടക്കുന്ന ഒരു നല്ല ക്വാളിറ്റിയിലൊരു കയറ്. പക്ഷെ ഇപ്പൊ എനിക്ക് കിട്ടിയത് ഒരു നല്ല ക്വാളിറ്റിയിലെ കയറ്, പൊട്ടാത്ത ടൈപ്പ് നെയ്ലോണ്ട് ഒരു കയറ് കിട്ടിയത്. അപ്പൊ അത് ചേഞ്ച് ചെയ്യുന്ന ഇതാണ് ഇന്നിപ്പോ ഈ വീഡിയോയിൽ ഉള്ളത്. ഫ്ലഷ് ടാങ്ക് ഇത് പഴയൊരു ഫ്ലഷ് ടാങ്ക് എനിക്ക് കിട്ടിയതാണ്. ഇതിന് മാർക്കറ്റിൽ ഒരു 1,200 റേറ്റ് വരുന്നത്. അപ്പോ ഇതിന്റെ പൈപ്പ് ഉള്ളിൽ കണക്ട് ചെയ്ത് സിമെന്റ് ഇട്ട് അങ്ങനെ സാധാരണ ഇതുപോലെ ഒന്നും അടച്ചിട്ടില്ല. കാരണം പറഞ്ഞാൽ ഇൻകേസ് എപ്പോഴെങ്കിലും ഊരേണ്ട ഒരു അവസ്ഥ വരാനുണ്ട്. കാരണം മെയിൻ്റെനൻസ് എപ്പോഴും വരാം, ലീക്കേജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മെയിൻ്റെനൻസ് വരും. അപ്പം ഇത് ഊരാൻ വേണ്ടിയിട്ട് ഒരു കവർ ഇട്ട് ഈ കവർ ഊരി കഴിഞ്ഞാൽ സാധാരണ ഫ്ലഷ് ടാങ്ക് ഊരി എടുക്കുന്ന പോലെ പിന്നെ ഊരി എടുക്കാനും പറ്റും, അങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഈ ഫ്ലഷ് ടാങ്കിലേക്ക് കണക്ഷൻ ഇങ്ങനെ ഒരു പൈപ്പ് കൂടിയാൽ ഒരു ഫ്ലക്സിബിൾ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇപ്പോൾ ഉള്ള അവസ്ഥ പറഞ്ഞാൽ ഈ കയറ് പൊട്ടിയതാണ്. ഈ കയറ് ഈ കാണുന്നത് ഇതേ ബാത്റൂമിലെ ഒരു ഇന്ത്യൻ ക്ലോസറ്റാണ്. ഈ രീതിയിലാണ് ഇതിന്റെ ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്ഥല സൗകര്യമില്ലാത്ത ബാത്റൂമുകളിൽ യൂറോപ്യൻ ക്ലോസറ്റോ ഇന്ത്യൻ ക്ലോസറ്റിലോ ഈ രീതിയിലും ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യാം.